ഹലോ വെൽക്കം ബാക്ക് ടു നോഫൽബാഷ ഒഫീഷ്യൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ലേൺ യുവർ സെൽഫ് എന്ന ഈ ഒരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജോലിക്ക് വേണ്ടി നമ്മൾ എങ്ങനെ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്ത് ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഗ്രാഫിക് ഡിസൈനർ ഒരു പോർട്ട്ഫോളിയോ കയ്യിൽ വെക്കുന്നതും. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആ പോർട്ട്ഫോളിയോ പ്രസൻറ്റ് ചെയ്യാനും അത് കണ്ട് അത് എംപ്ലോയർക്ക് ഇഷ്ടമായാൽ നിങ്ങളെ ഹയർ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഫ്രഷേഴ്സിന് കാര്യമായിട്ട് വർക്ക്സ് ഒന്നും അവർ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ, പിന്നെ എങ്ങനെ നമ്മളൊരു ഫ്രഷറായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ പോർട്ട്ഫോളിയോ വെക്കാമെന്നത്. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത പ്രോജക്റ്റ് ഉണ്ടാവുമല്ലോ, പ്രോജക്റ്റ് വർക്ക്സും അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് ചെയ്ത വർക്ക്സ് എല്ലാം ഉണ്ടാവില്ല, അതിൽ ബെസ്റ്റായിട്ടുള്ള വർക്ക്സ് മാത്രം നിങ്ങളൊരു PDF രൂപത്തിൽ സെറ്റ് ചെയ്യാം. ആ PDF എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഒരു CV മോഡൽ ഉണ്ടല്ലോ, ഇതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഒരു CV മോഡൽ. അതായത് ഞാൻ ദുബായിക്ക് പോകുന്നതിന് മുമ്പ്. അപ്പോൾ എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇവിടെ ലോക്കലിൽ തന്നെ ഒരു ചെറിയൊരു ആഡ് ഫ്ലെക്സ് പ്രിൻറ്റിങ് ഷോപ്പിലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതും പിന്നെ ഈ ഫ്രീലാൻസ് ചെയ്ത വർക്ക്സും ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് പോർട്ട്ഫോളിയോയിൽ വെക്കാൻ. പിന്നെ എനിക്കുണ്ടായതൊരു കരിക്കുലം വീറ്റ് ഒരു നോർമൽ CV. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആ സമയത്തൊക്കെ ചെയ്ത വർക്ക്സ് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ ആദ്യത്തെ പോർട്ട്ഫോളിയോ. അപ്പോൾ ഈ പോർട്ട്ഫോളിയോയാണ് ഞാൻ ആദ്യമായിട്ട് 2014 ദുബായിലേക്ക് ജോലി അന്വേഷിച്ച് പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്ത ഒരു പോർട്ട്ഫോളിയോ. അപ്പോൾ ഇതിൽ ആദ്യം ഞാൻ ചെയ്ത ആ രഹസ്യം, പിന്നെ ആ സമയത്ത് ഞാൻ ചെയ്ത ചെറിയ ചെറിയ വർക്ക്സാണ്. ഒരു ഫ്രഷറിൻ്റെ പോർട്ട്ഫോളിയോ ആയിട്ട് തോന്നുള്ളൂ. അപ്പോൾ അന്ന് ഞാൻ ചെയ്ത പേഴ്സണൽ വർക്ക്സും മറ്റുമെല്ലാമാണ് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. പിന്നെ ഈ ഷോർട്ട് ഫിലിംസിന് ടൈറ്റിൽസ് ചെയ്ത വീഡിയോസ് ഉണ്ട്, അതിൻ്റെ ലിങ്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഇൻ്റർവ്യൂസിന് യൂസ് ചെയ്ത പോർട്ട്ഫോളിയോ. അപ്പോൾ അതിനുശേഷം 2022 എൻ്റെ പോർട്ട്ഫോളിയോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഫസ്റ്റ് CV പേജ്. അപ്പോൾ ഇത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇങ്ങനെ തന്നെ വേണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇത് എൻ്റെ ആണെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ ഐഡിയാസ് വെച്ചോ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തോ ഇതിനെ എങ്ങനെ അട്രാക്റ്റീവ് ആക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ ഫസ്റ്റ് പേജിൽ ഇങ്ങനെ റെസ്യൂം തന്നെ വേണം എന്നില്ല, നിങ്ങളുടെ പേര് മാത്രം, നിങ്ങളുടെ ഒരു ആർട്ടും നിങ്ങളുടെ പേര്, ഡിസ്ക്രിപ്ഷൻ. സെക്കൻഡ് പേജിൽ CV ലൈക്ക് ദിസ്, പിന്നെ നിങ്ങളുടെ വർക്ക്സ്, റോളപ്സ്, പോസ്റ്റർ ഡിസൈൻസ് ലൈക്ക്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇല്ലുസ്ട്രേറ്ററിൽ പോവാം. ഒരു ന്യൂ ഡോക്യുമെൻ്റ്, നമ്മളിത് പ്രിൻ്റ് യൂസിനല്ല, പ്രിൻ്റ് യൂസിനും വേണമെങ്കിൽ ഓക്കെ. അപ്പോൾ നമുക്ക് A4ൻ്റെ ഒരു സൈസ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ആർട്ട് ബോർക്ക് ഒരു മിനിമം ഫോർ എക്സാമ്പിൾ 10. ഓക്കെ, ബ്ലേഡ് ഒരു 3. അപ്പോൾ ഇത് ലാൻഡ്സ്കേപ്പ് മോഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ബേസിക്കലി നിങ്ങളുടെ ബെസ്റ്റ് വർക്ക്സ് പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അതിലും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് പേജിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഇൻട്രോ,
അല്ലെങ്കിൽ ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾക്ക് സി വി വെക്കണമെങ്കിൽ സി വി വയ്ക്കാം. അപ്പോൾ ഈ സി വി ഡിസൈനും മറ്റ് കാര്യങ്ങളൊക്കെ ഫോട്ടോഷോപ്പിൽ ചെയ്തിട്ട് അത് JPEG ആയിട്ട് സേവ് ചെയ്തിട്ട് ഇവിടെ അറേഞ്ച് ചെയ്യാം. എന്നിട്ട് പിന്നെ നിങ്ങളൊരു വീഡിയോ എഡിറ്ററും കൂടി ആണ് എങ്കിൽ നിങ്ങളുടെ വീഡിയോ വർക്ക്സിൻ്റെ ലിങ്ക് നമ്മൾ ഈ PDF ഇൻ്റർലിങ്ക് ചെയ്യണം. അതെങ്ങനെയെന്ന് വെച്ചാൽ അതിന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുക. അത് ഇപ്പോൾ മേലെ ലിങ്കിൽ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ പോർട്ട്ഫോളിയോ. അപ്പോൾ നിങ്ങൾ പേജസ് ഡിസൈൻ ചെയ്യുമ്പോൾ പക്കായിട്ട് ചെയ്തിട്ട് അത് ഇല്ലുസ്ട്രേറ്ററിൽ കൊണ്ടുവരിക. എന്നിട്ടത് PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുക. ചെയ്തതിന് ശേഷം അത് നിങ്ങൾ കംപ്രസ് ചെയ്യണം. ഫോർ ദ സൈസ് നമുക്ക് ചില വെബ്സൈറ്റിലൊക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ 500 KB അല്ലെങ്കിൽ മാക്സിമം 1 MB ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് കംപ്രസ് ചെയ്യാം. കംപ്രസ് ചെയ്യാനും നമ്മൾ ഗൂഗിളിൽ പോയിട്ട് അല്ലെങ്കിൽ ilovepdf.com പോയിട്ട് കംപ്രസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീഡിയോ വർക്ക്സിൻ്റെ ലിങ്ക്, ഇപ്പോൾ എൻ്റെ വീഡിയോ വർക്ക്സിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണാൻ ഇതിൽ ക്ലിക്ക് ചെയ്താൽ അത് ആ യൂട്യൂബ് ലിങ്കിലേക്ക് ഡയറക്റ്റായിട്ട് പോകും. അപ്പോൾ ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ദുബായിലേക്ക് ജോലി അന്വേഷിച്ച് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പ് ചെയ്ത വർക്ക്സൊന്നും ഇല്ല എങ്കിലും യൂട്യൂബ് നോക്കിയെങ്കിലും ട്യൂട്ടോറിയൽസ് നോക്കിയെങ്കിലും വർക്ക്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ വർക്ക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുപോലെ PDF സെറ്റ് ചെയ്തിട്ട് അത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ആയിട്ട് കൊണ്ടുപോവുക. നിങ്ങൾ ചെയ്ത വർക്ക് ആണെന്നേ ഉള്ളൂ. ആർക്ക് ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നൊന്നും അവർ അന്വേഷിക്കില്ല. സോ ജെന്യൂൻ ആയിട്ടുള്ള നിങ്ങളുടെ വർക്ക്സ് വയ്ക്കാൻ ശ്രദ്ധിക്കണം. പുറത്തുനിന്ന് വർക്ക്സൊന്നും എടുത്ത് വയ്ക്കരുത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ PDF കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാനതിന് റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതുപോലെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം റെഗുലറായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. See you in next video. Thank you.